അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അതൊരു സാധാരണ കുഞ്ഞിൻ്റെ ജനനമല്ല. ചരിത്രം കാത്തിരുന്ന ഒരു ലോകോത്തര നേതാവിൻ്റെ ജനനമാണ്. ആകാശലോകത്ത് നിന്ന് ദിവ്യ സന്ദേശം ഇറങ്ങാനിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ജനനമാണ്. ലോകത്തെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനുള്ള ദൗത്യമേറ്റെടുത്ത ഒരു പ്രവാചകൻ്റെ ജനനമാണ്. ആ കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം ആ കുട്ടിക്ക് ഒരു പേര് നൽകി, മുഹമ്മദ്. പിതാമഹനായ അബ്ദുൽ മുത്തലിബ് 7-ാം ദിവസം ആ കുഞ്ഞിനെ വളരെ കരുതലോടുകൂടി എടുത്തുകൊണ്ട് കഅബയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി ആ കുട്ടിക്ക് വേണ്ടി അറവ് നടത്തി. അതിലേക്ക് ഖുറൈശികളെയും ക്ഷണിച്ചിരുന്നു. എന്നിട്ട് ആ പരിശുദ്ധ ഭവനത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഒരു പേര് പ്രഖ്യാപിച്ചു. അന്നേരം ഖുറൈശികൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ പൂർവികരിൽ ആർക്കും ഇങ്ങനെ ഒരു പേരില്ലല്ലോ. അവിടെ ചോദ്യം വെറും കൗതുകമല്ലായിരുന്നു, അതൊരു അത്ഭുതത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു. ആ ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബ് നൽകിയ മറുപടി ചരിത്രത്തിൽ ഇന്നും മുഴങ്ങിക്കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും അവനെ പുകഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന. സഹോദരങ്ങളെ, ഈ ഒരു മറുപടി അതൊരു പിതാമഹൻ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞ അതിശയോക്തി ഉളവാക്കിയ ഒരു സംസാരം മാത്രമായിരുന്നില്ല. അങ്ങനെയാകാൻ ഒരു സാധ്യതയുമില്ല. അത് ലോകത്തിൻ്റെ നാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച വാക്കുകളാകാനേ സാധ്യതയുള്ളൂ. മുഹമ്മദ് എന്ന പദത്തിൻ്റെ അർത്ഥം ഏറെ പുകഴ്ത്തപ്പെടുന്നവൻ എന്നാണ്. ചരിത്രത്തിൽ എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് പുകഴ്ത്തി എന്നല്ല, ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചു മരിച്ച എത്രയോ ആളുകൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ മഹനീയ നാമം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലം എത്ര തന്നെ കടന്നുപോയാലും, ഏതൊക്കെ തലമുറകൾ മാറി മറഞ്ഞു വന്നാലും അദ്ദേഹത്തിൻ്റെ പേര് നാവുകളിൽ നിന്ന് മായാതെ അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നായാലും അവിടെ ബാങ്കിൻ്റെ വിളിനാളം നമ്മൾ കേൾക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പ്രസ്താവന നമ്മൾ കേൾക്കുകയാണ്. എത്രയോ ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ അത് ഏറ്റുപറയുകയാണ്. ഒരു മനുഷ്യൻ്റെ പേര് ഒരു ദിവസത്തിൽ മാത്രം 5 തവണ ലോകമെമ്പാടും പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും അവനെ പുകഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അബ്ദുൽ മുത്തലിബിൻ്റെ പ്രസ്താവന അത് കേവലം യാദൃശ്ചികമാകാൻ സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ എല്ലാ ദിവസവും വിശ്വാസികൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്. അതിനു പുറമെ പരിശുദ്ധ ഖുർആനിലെ 4 സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 33-ാം അധ്യായമായ സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടല്ല നിയോഗിച്ചത്, എങ്കിലും അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും നബിമാരിൽ അവസാനവുമാകുന്നു എന്ന. ഇതുപോലെ ഖുർആനിലെ 48-ാം അധ്യായമായ സൂറത്ത് ഫത്ഹിലെ 29-ാമത്തെ സൂക്തം, ഖുർആനിലെ 47-ാം അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ 2-ാമത്തെ സൂക്തം, അതുപോലെ തന്നെ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആലിമ്രാനിലെ 144-ാമത്തെ സൂക്തം, ഇവിടെയൊക്കെ മുഹമ്മദ് എന്ന പേര് പരിശുദ്ധ ഖുർആനിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി വിശ്വാസി സമൂഹം ആ പേര്, ഖുർആനിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ പേര് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് അഹ്മദ് എന്ന പേര്. ഈ പേരിൻ്റെ അർത്ഥം വാഴ്ത്തുന്നവനെന്നും വാഴ്ത്തപ്പെട്ടവനെന്നുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം അള്ളാഹുവിനെ വാഴ്ത്തിയവനാണ്. അതുകൊണ്ട് തന്നെ ലോകം അദ്ദേഹത്തെ വാഴ്ത്താൻ വിധിക്കപ്പെടുകയായിരുന്നു. അഹമ്മദ് എന്ന പേര് തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. പരിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായമായ സൂറത്തു സഫിലെ 6-ാമത്തെ സൂക്തത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനങ്ങളോട് അറിയിച്ചതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്.
വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീൽ, മറിയമിൻ്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭം ഓർക്കണം. അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, നിശ്ചയമായും ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു, തൗറാത്താകുന്ന എൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥത്തെ സത്യമാക്കുന്നവനായിക്കൊണ്ടും വ മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എൻ്റെ ശേഷം വരുന്നതായ അഹ്മദ് എന്ന് പേരുള്ള ഒരു റസൂലിനെ കുറിച്ച് സുവിശേഷം അറിയിക്കുന്നവനായിക്കൊണ്ടും നിയോഗിക്കപ്പെട്ടവനാണ് ഞാനെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമിയുടെ ഈ ഒരു പ്രസ്താവന ഇത് വെറും ഒരു പ്രവചനം മാത്രമല്ല, ഇത് പ്രവാചകത്വത്തിൻ്റെ ശൃംഖലയിലെ അവസാന കണ്ണിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അത് ലോകത്തിന് അറിയിച്ചു തന്ന ഒരു നിമിഷമായിരുന്നു അത്. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങിയ പ്രവാചകത്വ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആയിരിക്കും പൂർത്തീകരിക്കപ്പെടുക എന്ന കൃത്യമായ സന്ദേശം ഈ സൂക്തം നമുക്ക് അറിയിക്കുന്നുണ്ട്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എനിക്ക് പല പേരുകളുണ്ട്. ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദുമാണ്, ഞാൻ മാഹിയുമാണ്. എന്നെക്കൊണ്ട് അള്ളാഹു അവിശ്വാസത്തെ മായ്ച്ചു കളയും. ഞാനാണ് ഹാഷിർ, എൻ്റെ കീഴിൽ മനുഷ്യർ ഒത്തുകൂടും. ഞാൻ ആഖിബുമാണ്, എനിക്ക് ശേഷം പ്രവാചകനില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രവാചകൻ പറഞ്ഞ ഓരോ പേരും അദ്ദേഹത്തിൻ്റെ ഓരോ ദൗത്യത്തിൻ്റെ അടയാളമാണ്, ഓരോ ഉത്തരവാദിത്തത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അബുൽ ഖാസിമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ പ്രഖ്യാപിച്ചതുപോലെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും അവനെ പുകഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും കോടിക്കണക്കിന് നാവുകൾ, ഹൃദയങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുഹമ്മദ് എന്ന പേരിൻ്റെ അത്ഭുതം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആ പ്രവാചകൻ്റെ ഉമ്മത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കേവലം നാവുകളിൽ മാത്രം ഉണ്ടാകാതെ നമ്മുടെ ജീവിതത്തിലും അത് പ്രകടമാകേണ്ട ഒരു ചര്യയാണ് എന്നതാണ് വിശ്വാസി സമൂഹം ആ മഹാനായ പ്രവാചകന് നൽകുന്ന സ്ഥാനം. ഇമാം അഹ്മദ് രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടിൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് തൻ്റെ ഉമ്മയിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെടുകയും അതുമൂലം ഷാമിലെ കൊട്ടാരങ്ങൾ വരെ തിളങ്ങുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അദ്ദേഹത്തിൻ്റെ ജനനം ലോകത്തിൻ്റെ ആത്മീയ ഇരുട്ടിൽ പ്രകടമായി തെളിഞ്ഞ ഒരു പ്രകാശമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അന്നത്തെ ലോകമെന്ന് പറയുന്നത് അത് അവിശ്വാസത്തിൻ്റെ ഇരുട്ടിൽ മുങ്ങിയിരുന്ന ഒരു ലോകമാണ്. വിഗ്രഹാരാധനയുടെ ഇരുട്ടിൽ, അന്യായത്തിൻ്റെ ഇരുട്ടിൽ, സ്ത്രീകളുടെ അപമാനത്തിൻ്റെ ഇരുട്ടിൽ ദുർബലരെ ചവിട്ടിമതിക്കുന്ന ഒരു ക്രൂര സമൂഹം. അത്തരമൊരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകാശം തെളിയിച്ചു. ആ പ്രകാശം ആദ്യം ഒരു വീട്ടിൽ തെളിഞ്ഞു, അതിനുശേഷം അത് മക്കയിൽ വ്യാപിച്ചു, പിന്നീട് അത് അറേബ്യയിലേക്കും അതിനുശേഷം അത് ലോകത്തേക്കും ദ്രുതഗതിയിൽ സഞ്ചരിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, അറബികളുടെ പതിവനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച 7-ാം ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ചേലാകർമ്മം നടത്തി. അന്നേ ദിവസം തന്നെ ആടിനെ അഖീഖ അറുത്തുകൊണ്ട് മക്കക്കാരായ ആളുകൾക്ക് സദ്യയൊരുക്കി. ആ ദിവസത്തിൽ ആ സദ്യയിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഒരു ചരിത്രത്തിൻ്റെ തുടക്കത്തിന് സാക്ഷികളാവുകയാണ് എന്ന്. അവർക്കറിയില്ലായിരുന്നു ഈ കുഞ്ഞിൻ്റെ പേര് ഒരു ദിവസം രാജാക്കന്മാരുടെ അരമനകളിലും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും മസ്ജിദുകളുടെ മിനാരങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും മുഴങ്ങിക്കേൾക്കുമെന്ന്. സഹോദരങ്ങളെ, ഒരു അനാഥ കുഞ്ഞിൻ്റെ ജനനമാണ് അവരെ ഈ രൂപത്തിൽ സന്തോഷിപ്പിക്കാൻ കാരണമാക്കിയത്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ പിതാവില്ല എന്ന് പറയുമ്പോൾ, 6-ാമത്തെ വയസ്സിൽ ഉമ്മയും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചയിൽ അതൊരു ദുർബലമായ തുടക്കമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അതൊരു ദിവ്യ പരിപാലനത്തിൻ്റെ ആരംഭമായിരുന്നു. യത്തീമായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം സംരക്ഷിച്ചത് പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ്.
അദ്ദേഹം മക്കയിലെ ഏറ്റവും മാന്യനായ നേതാവാണ്. കഅബയുടെ സേവകനായി അറിയപ്പെട്ട അദ്ദേഹം ആ കുഞ്ഞിനെ വെറും തൻ്റെ കൊച്ചുമകനായി കാണുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് ആ കുഞ്ഞിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ ഉമ്മ ആമിന സ്നേഹത്തിൻ്റെ നിഴലിൽ ആ കുഞ്ഞിനെ വളർത്തി. അവരുടെ മടിത്തട്ടായിരുന്നു ആദ്യം പ്രവാചകൻ്റെ സുരക്ഷിത സ്ഥലം. അവരുടെ കണ്ണുകളായിരുന്നു ആദ്യം പ്രവാചകൻ്റെ കരുതൽ. അവരുടെ പ്രാർത്ഥനകളായിരുന്നു ആദ്യം പ്രവാചകൻ്റെ സുരക്ഷാ കവചം. അവരോടൊപ്പം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും പ്രവാചകനെ ലാളിക്കാൻ കൂടെയുണ്ടായിരുന്നു. സ്നേഹത്തോടെ, ജാഗ്രതയോടെ, സേവന മനോഭാവത്തോടെ അവരും പ്രവാചകനെ വളർത്താൻ കൂടെ നിന്നു. പ്രവാചകന് മുലയൂട്ടാൻ സുവൈബയും അവരോടൊപ്പം ചേർന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ സലമത്ത് ഇബ്നു അബ്ദുൽ അസദും സുവൈബയിൽ നിന്ന് മുല കുടിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ നമുക്കൊരു അത്ഭുതം കാണാം. പ്രവാചകനെ മുലയൂട്ടാൻ ഏൽപ്പിച്ച സുവൈബ, അവർ പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായി അറിയപ്പെട്ട അബൂലഹബിൻ്റെ വീട്ടിലെ ഭൃത്യയാണ്. ഇസ്ലാമിനെ എതിർത്ത, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനിലൂടെ തന്നെ നിന്ദിക്കപ്പെട്ട അബൂലഹബിൻ്റെ വീട്ടിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രിയ ദൂതന് മുലപ്പാൽ ഒരുക്കിയിട്ടുള്ളത് എന്നർത്ഥം. ഇതൊരു യാദൃശ്ചികതയല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സംരക്ഷണത്തിന് ശത്രുവിൻ്റെ വീട് പോലും അതിനൊരു തടസ്സമാവുകയില്ല എന്ന അറിയിപ്പ്. മനുഷ്യർ എത്ര ശത്രുതയോടുകൂടി ചിന്തിച്ചാലും, ഹൃദയങ്ങളിൽ എത്ര തന്നെ വിദ്വേഷം കുത്തിനിറച്ചാലും, എന്തു തന്നെ പദ്ധതികൾ എതിരാളികൾ ആസൂത്രണം ചെയ്താലും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഒരു ശത്രുവിൻ്റെ വീടിനെയും അവനുള്ള സംരക്ഷണ കേന്ദ്രമാക്കാൻ അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. സഹോദരങ്ങളെ, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ 6 വയസ്സുള്ളപ്പോൾ അവൻ്റെ ലോകമെന്ന് പറയുന്നത് അത് ഉമ്മയാണ്. ആ ഉമ്മയുടെ മടിയാണ് അവൻ്റെ സ്വർഗം. ആ ഉമ്മയുടെ കൈപ്പിടിയാണ് അവൻ്റെ സുരക്ഷ. ആ ഉമ്മയുടെ ശബ്ദമാണ് അവൻ്റെ ആശ്വാസം. എന്നാൽ ഈ ഒരു ചെറുപ്രായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബവാ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഉമ്മ ആമിന മരണപ്പെടുകയാണ്. പ്രവാചകനെയും കൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രവാചകൻ്റെ ചെറുപ്രായത്തിൽ ഈ ഒരു യാത്ര, മരുഭൂമിയുടെ നിശബ്ദതയിൽ തൻ്റെ ഉമ്മയുടെ ജീവൻ മങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥ. ആ ഉമ്മയെ ആലോചിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. എന്തിനേറെ, പ്രവാചകത്വത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബവായിൽ തൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് ശേഷവും തൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കുറേ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയില്ല എന്നാണ്. ഇസ്ലാം നമ്മെ കഠിനരാക്കാൻ വന്നതല്ല, അത് നമ്മെ കരുണയുള്ളവരാക്കാനാണ് വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം മനുഷ്യരിൽ ഏറ്റവും ശക്തമായിരുന്നു. എന്നാൽ അതേസമയം മനുഷ്യരിൽ ഏറ്റവും നർമ്മമായ ഹൃദയമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. 6-ാമത്തെ വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ തൻ്റെ ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ വളരെ കരുതലോടെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മക്കയിലെ ആദരണീയനായ നേതാവും ഗൗരവവും സ്ഥാനവുമുള്ള വ്യക്തിയായ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. അദ്ദേഹം ആ കുഞ്ഞിനെ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചു. തൻ്റെ സ്വന്തം മക്കൾക്കൊന്നും നൽകാത്ത ഒരു പ്രത്യേക വാത്സല്യം കുട്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നേരം അദ്ദേഹം നൽകി. അബ്ദുൽ മുത്തലിബ് എപ്പോഴും ആ കുഞ്ഞിനെ കൂടെ ഇരുത്തി. ഇത് വെറും ഒരു കുടുംബസ്നേഹമല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ ഒരു ആദരവിൻ്റെ തുടക്കമാണ്. എന്നാൽ വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസത്തിലാവുകയാണ്. തൻ്റെ 8-ാം വയസ്സിൽ ആ സ്നേഹവും അവസാനിച്ചു. അബ്ദുൽ മുത്തലിബ് എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു കുഞ്ഞ് ആദ്യമായി പിതാവിനെ നഷ്ടപ്പെട്ടു, ശേഷം ഉമ്മയെ നഷ്ടപ്പെട്ടു, ഇപ്പോഴിതാ പിതാമഹനും ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദുഃഖത്തിലായിരിക്കുകയാണ്. എന്നാൽ അബ്ദുൽ മുത്തലിബ് മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ സഹോദരൻ അബൂ താലിബിനോട് വസിയത്ത് ചെയ്തിരുന്നു. ആ ഒരു ഉത്തരവാദിത്തം വളരെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. വലിയ സമ്പത്തോ ആഡംബര ജീവിതം നയിച്ച ആളോ അല്ല അബൂ താലിബ്.
സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അബൂ താലിബ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം സമ്പന്നമായിരുന്നു. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മക്കളോടൊപ്പം ചേർത്ത് പിടിച്ചു. ഒരു അനാഥനെ വീട്ടിൻ്റെ പുറകുവശത്തല്ല, ഹൃദയത്തിൻ്റെ നടുവിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. തൻ്റെ മക്കളേക്കാൾ മുൻഗണന നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നിടത്ത് ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വിശ്രമിക്കുന്നിടത്ത് ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയില്ലാതെ അബൂ താലിബ് ഉറങ്ങുമായിരുന്നില്ല. അദ്ദേഹം പുറത്തു പോകുമ്പോഴെല്ലാം കൂടെ ആ ചെറുപ്പക്കാരനെയും കൊണ്ടുപോകും. വലിയ ഖുറൈശി പ്രമാണിമാരോടൊപ്പമുള്ള ഷാമിലേക്കുള്ള കച്ചവട യാത്രയിൽ പോലും അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ കൂട്ടി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ശക്തമായി കൊണ്ട് അബൂ താലിബ് സ്നേഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദൂതനെ സംരക്ഷിക്കാൻ ഒരു സമ്പന്നനെ തിരഞ്ഞെടുത്തിട്ടില്ല, ഒരു രാജാവിനെ തിരഞ്ഞെടുത്തിട്ടില്ല, മറിച്ച് നല്ല ഒരു ഹൃദയം അതിന് തിരഞ്ഞെടുത്തു. എന്നാൽ അബൂ താലിബ് അത്ര സമ്പന്നനല്ലാത്തത് കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപജീവനം തേടിക്കൊണ്ട് പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. അദ്ദേഹം മക്കക്കാരായ ആളുകളുടെ ആടുകളെ മേയിക്കുകയും അതിന് ചെറിയ കൂലി നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ചെറുപ്പം മുതലേ അധ്വാനിച്ച് സമൂഹത്തിൽ അദ്ദേഹം മാതൃകയായി ജീവിച്ചു. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച എല്ലാ നബിമാരും ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്നാണ്. അന്നേരം പ്രവാചകൻ്റെ അനുചരന്മാർ ചോദിച്ചു, നിങ്ങളും ആടിനെ മേയിച്ചിട്ടുണ്ടോ എന്ന്. അതിന് പ്രവാചകൻ നൽകിയ മറുപടി അതെ എന്നാണ്. ഖിറാത്തുകൾ പ്രതിഫലമാക്കി ഞാൻ മക്കക്കാരുടെ ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ പരിശീലന ഘട്ടമായിരുന്നു. തൻ്റെ സമൂഹത്തെ നയിക്കാനുള്ള ഒരു പരിശീലനം. ആടുകളുടെ കൂടെ നിന്ന് ക്ഷമിക്കാനും സഹിക്കാനും പഠിച്ചുകൊണ്ട് സഹിഷ്ണുതയുടെ ഒരു വലിയ പാഠം അഭ്യസിക്കാൻ, ദുർബലരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്ത ബോധം വളർത്താൻ കഴിയുന്ന രൂപത്തിൽ കരുണയും സ്നേഹവുമൊക്കെ പരിശീലിക്കാൻ, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഇങ്ങനെ പല രൂപത്തിലുള്ള യുക്തികളും പാഠങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്ത് ഈ ഒരു ജോലിയിലൂടെ സ്വായത്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആടുകളുടെ ചെറിയ കൂട്ടത്തെ നയിച്ച ഒരു ബാലൻ എന്ന നിലക്ക് അതിൻ്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകത്വത്തിന് മുമ്പും അതിനുശേഷവും അബൂ ത്വാലിബ് എന്ന നല്ല മനസ്സിൻ്റെ ഉടമ അദ്ദേഹം പ്രവാചകനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. 40 വർഷത്തിനധികം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഴിഞ്ഞത് അബൂ താലിബ് എന്ന സുമനസ്സിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ്. ഇത് വെറും ഒരു ബന്ധുവിൻ്റെ സംരക്ഷണമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കാൻ പോകുന്ന പ്രവാചകത്വ ദൗത്യത്തിന് മുന്നോടിയായുള്ള കൃത്യമായ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും പരീക്ഷണങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അനുഭവപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ ഇനിയും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അടുത്ത എപ്പിസോഡുകളിലായി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ ويضرب الله الأمثال للناس والله بكل شيء عليم.